ആശുമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന രാപ്പകൽ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഓണറേറിയം വർദ്ധിപ്പിച്ച് സർക്കാർ മുട്ടുമടക്കിയത് സമര വിജയമാണെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. തുടർ സമരങ്ങൾ ജില്ലകൾ കേന്ദ്രീകരിച്ച് നടത്തും. നാളെ നടത്തുന്ന സമര പ്രതിജ്ഞാ റാലി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമര വിജയത്തിന്റെ ക്രെഡിറ്റ് CITU തട്ടിയെടുക്കാൻ നോക്കുകയാണെന്ന് സമരസമിതി ആരോപിച്ചു. പക്ഷേ ഇന്ന് 263ാമത്തെ ദിവസമാകുമ്പോൾ മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപിക്കേണ്ടി വരികയാണ് ആശാവർക്കർമാരുടെ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചുവെന്ന്. എന്ന് പറഞ്ഞാൽ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു പൊതുസമൂഹത്തിന്റെ മുന്നിൽ. അത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ വിജയമാണ്. ആക്ഷേപിച്ചവർക്കുള്ളൊരു മറുപടി കൂടിയാണ്. 18 വർഷക്കാലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പാർലമെന്റിന്റെ ഇരുസഭകളിലും ആശാ സമരം തുടർച്ചയായ പല ദിവസങ്ങളും ചർച്ച ചെയ്യപ്പെടുകയും അതിനകത്ത് വേതന വർദ്ധന ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. കേന്ദ്രത്തെ കൊണ്ടും സംസ്ഥാനത്തെ കൊണ്ടും വേതനം വർദ്ധിപ്പിച്ചൊരു സമരമാണിത്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു വലിയ സമരം തന്നെയാണ്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന മിനിമം വേതനം കിട്ടുവാനുള്ള സമരം ഞങ്ങൾ തുടരും. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള വിരമിക്കൽ ആനുകൂല്യത്തിന് വേണ്ടി തുടരും. നിലവിലുണ്ടാക്കിയിരിക്കുന്ന സർക്കാർ സമ്മതിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഉറപ്പ് നൽകിയിരിക്കുന്ന കാര്യങ്ങൾ അത് ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾക്ക് വേണ്ടിയിട്ടും ഞങ്ങളുടെ സമരം തുടരും. വിവരങ്ങളുമായി സനിസ ശോഭാചന്ദ്രനാണ് ചേരുന്നത്. സനിസ, സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തൽ മാറ്റുകയാണ്. അവിടെയുള്ള സമരം അവർ അവസാനിപ്പിക്കുന്നു. 1000 രൂപ മാത്രമേ ഓണറേറിയം സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. അത് 21,000 ഉയർത്തണം എന്നതാണ് അവരുടെ ആവശ്യം. അതിനെ ജില്ലകൾ കേന്ദ്രീകരിച്ച് ആ ആവശ്യം ഉയർത്താനാണോ ആശുമാർ തീരുമാനിച്ചിട്ടുള്ളത്? അതെ ദിവ്യ, കഴിഞ്ഞ ഫെബ്രുവരി 10-നാണ് ഇവിടെ ആശമാർ സമരവുമായി മുന്നോട്ട് വന്നത്. ഇപ്പോൾ 265 ദിവസം പിന്നിട്ടിരിക്കുന്നു അവരുടെ സമരം. ഈ ഭാഗികമായിട്ട് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരത്തിന് വിരാമമിട്ടുകൊണ്ട് ജില്ലകളിലേക്ക് ഈ സമരം വ്യാപിപ്പിക്കാൻ വേണ്ടി ആശമാർ തീരുമാനിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും വളരെ സംസ്ഥാന സർക്കാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് കേന്ദ്രമാണ് ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് എന്നായിരുന്നു. അങ്ങനെയായിരുന്നു, അത്തരത്തിലായിരുന്നു പ്രചാരണം നടന്നിരുന്നത്. സൈബർ ഇടങ്ങളിൽ പോലും ഈ ആശമാർ വലിയ രീതിയിലാണ് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ സർക്കാർ തന്നെ 1000 രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് സർക്കാരാണ് വർദ്ധിപ്പിക്കേണ്ടതെന്ന് ഈ പ്രഖ്യാപനത്തോടെ അവർ തന്നെ തെളിയിച്ചിരിക്കുന്നു എന്നാണ് ആശമാർ പറയുന്നത്. അത്തരത്തിൽ ഇനിയും ഒട്ടനവധി ആവശ്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. ഇവരുടെ പെൻഷൻ, അതുപോലെ തന്നെ ഇവർ ഈ വിരമിക്കുന്ന സമയത്ത് അവർക്ക് ലഭിക്കണമെന്ന് ഇവർ പറയുന്ന 5 ലക്ഷം, അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ടി ജില്ലകൾ കേന്ദ്രീകരിച്ച് ഇവരുടെ സമരം കടുപ്പിക്കാൻ തന്നെയാണ് ആശമാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആശാ സമരസമിതിയുടെ ജനറൽ സെക്രട്ടറി ബിന്ദു നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. സമരം ജില്ലകളിലേക്ക് മാറ്റുകയാണ്. നാളെ സമരസമിതി പ്രതിജ്ഞ റാലി ഉണ്ടാകും. എന്തൊക്കെയാണ് ഇനി മുന്നോട്ടുള്ള നീക്കങ്ങൾ? നാളെയാണ് നമ്മുടെ ഇവിടുത്തെ ഈ സമരരൂപ അവസാനിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ ആണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ ആശമാരെല്ലാവരും ഇവിടെ എത്തിച്ചേരും. നമ്മളെ ഈ സമരത്തെ ഇന്നുവരെ പിന്തുണച്ച് എല്ലാവരോടും ഇവിടെ എത്തിച്ചേരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു പങ്കാളിത്തത്തോടു കൂടി ഈ നമ്മുടെ സമരം തുടരുന്നതിനുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് നാളെ ആശമാർ ജില്ലകളിലേക്കും അവരുടെ പ്രാദേശിക മേഖലകളിലേക്കും പോയി നാളെ മുതൽ നമ്മുടെ തുടർ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കും. 21,000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക. ഈ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ ഈ സമരം തുടരും. ഫെബ്രുവരി 10-ന് 2026 ഫെബ്രുവരി 10-ന് ആയിരങ്ങളായി ഞങ്ങളിവിടെ തിരിച്ചെത്തും. കാരണം ഫെബ്രുവരി 10 ഈ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ തൊഴിലാളി സമര ചരിത്രത്തിൽ പ്രത്യേകമായി ഇടം പിടിച്ച ഒരു ദിവസമാണ് 2025 ഫെബ്രുവരി 10. അതുകൊണ്ട് 2026 ഫെബ്രുവരി 10 ഞങ്ങൾ സമരം തുടങ്ങിയതിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് സർക്കാരിന് വീണ്ടും ശക്തമായ താക്കീത് കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തിച്ചേരും. ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഴയും വെയിലും കൊണ്ട് നിങ്ങൾ 265 ദിവസം സമരം ചെയ്ത് നേടിയെടുത്ത ഒരു ആനുകൂല്യമാണ്. ഇപ്പോൾ CIT ഇവിടെ ആഹ്ലാദ പ്രകടനത്തിനായി എത്തുന്നുണ്ടെന്ന് അറിയുന്നു. എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്? അതിനകത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമരത്തിനിടയിൽ ശ്രീ എളമരം കരീം CITUവിന്റെ നേതാവ് അദ്ദേഹം പറഞ്ഞത് CIT ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തെ എതിർത്ത് നിഷേധിച്ച, ഈ സമരത്തെ അപഹസിക്കാൻ ശ്രമിച്ച ഒരു നേതൃത്വം നൽകുന്ന ഒരു സംഘടനയ്ക്ക് എങ്ങനെ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയുന്നു? ഇവിടെ 1000 രൂപ ഒരു നോമിനലായിട്ടുള്ള വർധനമാണെങ്കിൽ പോലും അത് ഈ സമരത്തിന്റെ
വീര്യം കണ്ടുകൊണ്ട് ഈ സമരം പിന്മാറില്ല എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചതാണ്. നമ്മൾ ഇതിനോടകം തന്നെ നിരവധി ഡിമാൻഡുകൾ നേടി. നമ്മൾ വെച്ച മുഴുവൻ ഡിമാൻഡുകളും നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. 53,500 രൂപ സാമ്പത്തിക നേട്ടം നമ്മൾ ഈ സമരം തുടങ്ങിയതിന് ശേഷം നേടിയെടുത്തു. 265 ദിവസം മുമ്പ് ഈ നേട്ടമില്ല. ഇന്ത്യയിലെ 10 ലക്ഷം സ്ത്രീകൾക്ക് 50,000 രൂപ വിരമിക്കലാനുകൂല്യം പ്രഖ്യാപിക്കാൻ നമ്മുടെ രാജ്യവ്യാപകമായി മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും വളരെ വലിയ, ഞങ്ങൾ വളരെ അഭിമാനകരമായി നിൽക്കുക. അപ്പൊ അവര് ആഹ്ലാദ പ്രകടനം നടത്തിക്കോട്ടെ, അത് സമൂഹം വിലയിരുത്തും ആരാണ് സമരം നടത്തിയത്. ആശാവർക്കർമാർക്ക് തന്നെ അറിയാം ആരാണ് സമരം നടത്തിയത്, എങ്ങനെയാണ് ഈ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ എല്ലാ കാലത്തും ആരെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന്റെ പങ്ക് പറ്റാൻ ആളുകളൊക്കെ വരാറുണ്ട്. അങ്ങനെ ചെയ്തോട്ടെ, ഞങ്ങളതിനെ കണക്കാക്കുന്നില്ല. നാളത്തെ സമരപ്രതിജ്ഞാ റാലിയോടുകൂടി ജില്ലകളിലെ പരിപാടികൾക്ക് തുടക്കമാവും അല്ലേ? നാളെ നമ്മളിവിടെ സമരരൂപ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും. നമ്മൾ ജില്ലകളിലേക്ക് പോകും. താഴെ തട്ട് മുതൽ അതിശക്തമായ സംഘാടന പ്രവർത്തനം നടത്തും. അതേ ദിവ്യ, അത്തരത്തിൽ 265 ദിവസം, ഒരു ചില്ലറ ദിവസങ്ങളല്ല, വെയിലും മഴയും കൊണ്ട് സ്ത്രീകളാണ്, ഒരു പറ്റം സ്ത്രീകളാണ് ഇവിടെ സമരം ചെയ്തത്. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പോലും അവർക്ക് ഒരു സൗകര്യമില്ലാത്ത ഒരു നഗരത്തിൽ ഇവർ 265 ദിവസം 265 ദിവസം നീണ്ട സമരമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. പക്ഷെ ഇത്രയധികം ദിവസം നീണ്ടു നിന്നിട്ടും ഓണറേറിയം വർദ്ധിപ്പിച്ചത് 1000 രൂപ മാത്രമാണ്. 7000-ൽ നിന്ന് 8000-ആയി വർദ്ധിപ്പിച്ചു. പക്ഷേ അതുപോരാ, ഇനിയും നിരവധി ആവശ്യങ്ങളുണ്ട്. ഓണറേറിയം 21,000-ആയി വർദ്ധിപ്പിക്കണം, വിരമിക്കൽ ആനുകൂല്യം നൽകണം എന്നതുൾപ്പെടെയുള്ളവ അവരുടെ ആവശ്യം.